ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ആദിവാസി ഊരുകളിലൂടെയുള്ള യാത്രയിൽ ആദ്യം നമ്മൾ പോകുന്നത് അടിച്ചുപുഴയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ നാറാണമൂഴി പഞ്ചായത്തിൽ പമ്പയാറിന്റെ തീരത്ത് കരികുളം വനപ്രദേശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി സെറ്റിൽമെന്റാണ് അടിച്ചുപുഴ ട്രൈബൽ കോളനി. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ട്രൈബൽ കോളനിയാണ് അടിച്ചുപുഴ. ചൊള്ളനാവയൽ, കാക്കമല, നിരപ്പുപാറ എന്നീ ആദിവാസി ഊരുകൾ ചേർന്നാണ് അടിച്ചുപുഴ ട്രൈബൽ കോളനിയായി പൊതുവെ അറിയപ്പെടുന്നത്. ഏകദേശം 1000-ന് മുകളിൽ വരുന്ന ആദിവാസി ഗോത്രക്കാരായ മലവേടർ കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ജില്ലയിലെ മറ്റ് ആദിവാസി ഊരുകളെ അപേക്ഷിച്ച് അടിച്ചുപുഴ വളരെ ഡെവലപ്മെൻ്റായ പ്രദേശമാണ്. രാഘവൻ എന്ന വ്യക്തിയാണ് നിലവിൽ ഈ ഊരിൻ്റെ മൂപ്പനായി പ്രവർത്തിച്ചു വരുന്നത്. റാന്നി ടൗണിൽ നിന്നും ജണ്ടായിക്കൽ വഴിയോ മോതിരവയൽ വഴിയോ അത്തിക്കയത്തിന് പോകുന്ന റോഡിലൂടെ 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിച്ചുപുഴ എത്താവുന്നതാണ്. നിരപ്പുപാറയാണ് പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പ് ഉള്ളത്. പ്രസിദ്ധമായ പമ്പയാറിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വേനൽക്കാലത്ത് വളരെയധികം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ്. റാന്നി കരികുളം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ വനത്തിനുള്ളിലെ അപൂർവം ചില നീർച്ചാലുകളാണ് വേനൽക്കാലത്ത് കുടിവെള്ള സ്രോതസ്സായി ഉപയോഗപ്പെടുന്നത്. അതും കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വേണം കുടിവെള്ളം ശേഖരിക്കുവാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതി ഈ പ്രദേശത്ത് ആരംഭിച്ചെങ്കിലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും കൂലിപ്പണിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വിരളിലെണ്ണാവുന്ന ചുരുക്കം പേർക്ക് സർക്കാർ ഇതര മേഖലകളിൽ ജോലി ലഭിച്ചിട്ടുള്ളൂ. കൂലിപ്പണി എപ്പോഴും ഇല്ലാത്തതിനാൽ പല ഭവനങ്ങളും ദുരിതത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. സ്ത്രീകൾക്ക് കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടുന്ന വരുമാനം പല കുടുംബങ്ങൾക്കും ഒരാശ്വാസമായി മാറുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മറ്റ് ആദിവാസി ഊരുകളെ അപേക്ഷിച്ച് സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ രംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അടിച്ചുപുഴയിലെ ജനങ്ങൾ. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി-യുവാക്കൾ ഇവിടെ ധാരാളമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മാത്രമല്ല, ആദിവാസികളുടെ പേരിൽ തുടങ്ങുന്ന പല സ്ഥാപനങ്ങളിലും അവർക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന് അവർ പരാതി പറയുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് ആദിവാസികൾ അല്ലാത്തവരാണ്. ആദിവാസികളുടെ ഉന്നമനത്തിനായി മാറി മാറി വരുന്ന സർക്കാരുകൾ വൻ തുകകൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും ആദിവാസികളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് പകുതിയും ചോർന്നു പോകുകയാണ് പതിവ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ അനുവദിച്ച വീടുകൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ ഈ ജനം ഇന്നും ടാർപാളിൻ ഷീറ്റിൻ്റെ കീഴിൽ കഴിയുന്നത്. അതിനെക്കുറിച്ച് അനുഭവിക്കുന്നവർ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 2023 എനിക്ക് ലൈഫിൽ കിട്ടിയ വീടാണ്. അത് ഇത് എനിക്ക് നേരത്തെ ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വീടായിരുന്നു. അയ്യാവൈ പദ്ധതിയിൽ ഇത് മൊത്തം പോയി പെരക്കകത്ത് വെള്ളമൊക്കെ ചോർന്ന് വീഴുക. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ ലൈഫിൽ കൊണ്ട് വീടിന് അപേക്ഷ വെച്ചു. എഗ്രിമെന്റും വെച്ചതാ. പക്ഷെങ്കിൽ ഇപ്പം എഗ്രിമെന്റ് വെച്ച പ്രകാരം ഞാൻ പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പം ഗ്രാമസേവൻ സാറ് പറഞ്ഞു എൻ്റെ വീട് ക്യാൻസലായിരുന്നു. അതെന്താ ഏത് വഴിക്കാന്നൊന്നും അറിയത്തില്ല. അവരിവിടെ വന്ന് കണ്ടെഴുതി പോയെന്ന് പറയുന്ന എൻ്റെ വീട് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അതിന്റെ കാരണം എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ 10 വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച ഭൂമി ഇതുവരെ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരന്റെ വാക്കുകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 3 മക്കളും താമസിച്ചു വരും കുടുംബനാഥനുമാണ്. ഭാര്യ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പം നിലവിൽ എനിക്ക് 2002-2001 കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വീട് ട്രൈബൽ വഴി കിട്ടിയാൽ ആ വീട് 3 സെൻറ്റ് സ്ഥലം നിലവിലുള്ളത് കൊണ്ട് ആ 3 സെൻറ്റ് സ്ഥലവും വീടും ഭാര്യയുടെ പേരിൽ വീട് കിട്ടിയത് കാരണം ഭാര്യയാണ് ഇപ്പോൾ അവിടെ താമസം. വേറൊരു ഭർത്താവും 2 മക്കളും ഒക്കെ ആയിട്ട് അവരവിടെ താമസിക്കുക. നമ്മളിപ്പം വന്ന് വേറൊരാളുടെ വീട്ടിൽ വന്ന് വാടകയ്ക്ക് കിടക്കുന്ന പോലെ വന്ന് കിടക്കുക. എനിക്ക് 2015 14-15 കാലഘട്ടത്തിൽ
കോൺഗ്രസിൽ ഭരണസമിതിയുള്ള സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിരുന്ന സമയത്ത് ആശിക്ക് ഭൂമി പദ്ധതി പ്രകാരം ഒരു പദ്ധതി ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ 25 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ളൊരു പദ്ധതി രൂപീകരണം ഉണ്ടായിരുന്നു. അത് ലിസ്റ്റ് പാസ്സായി എൻ്റെ പേരിൽ അനുവദിച്ച് പരുവ എന്ന സ്ഥലത്ത് ചെന്ന് 8 വീട്ടുകാർക്ക് ഞങ്ങൾ ഭൂമി അളന്ന് തിരിച്ച് എല്ലാം ക്രമീകരിച്ച് 10 ലക്ഷം രൂപ അനുവദിച്ചു. വീട് വില്ലിപ്പം സ്ഥലവുമില്ല, ഈ 10 ലക്ഷം രൂപയുമില്ല. അതേതാ എങ്ങനെ എന്നുള്ള വ്യവസ്ഥകളൊന്നും അറിയത്തില്ല. TDOയിൽ നിന്ന് പാസ്സായി ഞങ്ങൾ കൂടെ ചെന്ന് വസ്തു അളന്ന് തിരിച്ച് 8 പേരുടെ പേരിൽ ആ വസ്തു അളന്ന് തിരിച്ച് പ്ലോട്ട് തിരിച്ച വസ്തുവാണ്. അതിലവർക്ക് അന്നെങ്ങാണ്ട് 5 പേർക്കെങ്ങാണ്ട് അത് എഗ്രിമെൻറ്റ് ചെയ്തെന്ന് പറയുന്നു. അതിനകത്തും എൻ്റെ പേരില്ല. എനിക്ക് ഓൾറെഡി 10 ലക്ഷം രൂപ എൻ്റെ പേരിൽ അനുവദിച്ച് വന്നതുമാണ്. ഇതിൻ്റെ ഒന്നും യാതൊരു തീരുമാനങ്ങളും ഇല്ല. ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോഴും ഞാൻ വല്ലവരുടെയും വീട്ടിൽ വന്ന് ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് കിടക്കുക. എനിക്ക് നിയമ നടപടിയായിട്ടുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. ഇതിൻ്റെ പുറകെ ഒന്നും പിന്നെ ഒത്തിരിയും കാര്യങ്ങൾക്ക് കൊല്ലത്ത് പോയി സമരഭൂമി പോയി കിടന്നു. കൊല്ലത്തല്ല, കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അരിപ്പ എന്ന സ്ഥലത്ത് ചെന്ന് 5-6 വർഷം ചെന്ന് കിടന്നു. അതും കളഞ്ഞു. ഭൂമിയൊന്നും കിട്ടത്തില്ല. പിന്നെ എന്തിനാ അവിടെ കിടക്കുന്നതെന്ന് ഓർത്തിങ്ങ് മാറി. ഇപ്പോൾ എൻ്റെ മൂത്ത ചേർക്കൻ 24 വയസ്സായി, രണ്ടാമന് 22 വയസ്സായി. ഇളയ ചെറുക്കനെ MR സ്കൂളിലാണ്, വടശ്ശേരിക്കര MRC പഠിച്ച് ഈ വർഷം +2 പരീക്ഷ എഴുതി. നാറാണംമൂഴി പഞ്ചായത്തിൻ്റെ ഒരു വാർഡാണ് അടിച്ചിപ്പുഴ. ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് പലപ്പോഴും ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഈ ഊരുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ ഡിസ്പെൻസറി ഈ പ്രദേശത്തെ നിവാസികൾക്ക് ഒരനുഗ്രഹമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കൂടാതെ ഒരു ഗവൺമെൻറ് LP സ്കൂളും ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്നുമാണ് ഈ ഊരിലെ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടി പോകുന്നത്. കൂടാതെ ഇവിടെ ഒരു ട്രൈബൽ സൊസൈറ്റിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കെട്ടിടം ഇന്ന് കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കൂടാതെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ പുതിയ കമ്മ്യൂണിറ്റി ഹാളും വിവാഹ മണ്ഡപത്തിൻ്റെയും പണി ആരംഭിച്ച് വർഷങ്ങളായിട്ടും പണി തീരാതെ കാട് പിടിച്ചു കിടക്കുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അങ്കണവാടിയും ഇവിടെയുണ്ട്. ഈ കോളനിയിലെ ജനങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഒറ്റ വാക്കിൽ പറയാമെങ്കിലും അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായ ഒരു മതജീവിതമാണ് പിന്തുടർന്നു പോരുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഗോത്രമതത്തിൻ്റെ കാതലായ പൂർവിക ആരാധനയിലും ആനിമസത്തിലും ഊന്നിക്കൊണ്ടുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ജനം ഉറച്ചു നിൽക്കുന്നത്. ജനനം, വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകൾക്ക് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളാണ് പിന്തുടർന്നു പോരുന്നത്. ഒരു ചെറിയ ശതമാനം ക്രിസ്തുമതം പോലുള്ള മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഇവിടെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.